ഇവിടെ സുജാതാമരോട് പറയുന്നുണ്ട് നമ്മുടെ സഞ്ജു ഈശ്വര എന്ന് വിചാരിച്ച് കളി കാണാമായിരുന്നു എന്ന് പറയുന്നത്. അടി ഒരു നിവൃത്തിയില്ലാത്ത അടി. അപ്പൊ ഇതെങ്ങനെ ക്യാച്ച് പോകുന്നുള്ള പേടിയാണ്. ഓരോ തവണ ബോൾ പോകുമ്പോഴൊരു പേടിയാണ്. പിന്നെ ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി ഇതങ്ങനെ ക്യാച്ച് പോകുന്ന അടിയല്ല, ഇത് വേറെ അടിയാണെന്ന് മനസ്സിലായി. ഹാഷ്മി, ഇപ്പൊ ഇന്ത്യയുടെ വിജയം നമുക്കെല്ലാം സന്തോഷമാണ്. ഒപ്പം തന്നെ ഇത് സഞ്ജുവിന്റെ ഒരു പോരാട്ട വിജയം കൂടിയാണ്. കാരണം മാറ്റി നിർത്തിയവർക്ക് മടുത്ത ഒരു ഘട്ടമാണ്. മാത്രമല്ല കഴിവുള്ള ഒരാളെ മാറ്റി നിർത്തുമ്പോൾ ആളുടെ കോൺഫിഡൻസിൽ പലപ്പോഴും കുറവുണ്ടാവും. അപ്പോൾ സഞ്ജുവിന് അത് തെളിയിക്കാൻ പറ്റിയില്ല. പക്ഷെ ഇതിപ്പോ തുടർച്ചയായിട്ട് സഞ്ജു മിന്നുകയാണ്. ആ മിന്നിച്ചേക്കണേന്നേ ഇനി നമുക്കൊരു ആഗ്രഹമുള്ളൂ. അപ്പൊ അവഗണനയുടെ പടുകുഴിയിൽ 1000 തവണ ചവിട്ടി താഴ്ത്തിയിട്ടും വിട്ടുകൊടുക്കാൻ ഉദ്ദേശമില്ലാത്ത ഒരു പോരാളിയാണ് ഇന്ത്യയുടെ മൂന്നാം 2020 കിരീട നേട്ടത്തിന്റെ കുന്തമുനയായത്. വലിയ മോട്ടിവേഷനാണ് സഞ്ജു. മലയാളികളുടെ സ്വന്തം സഞ്ജു സാംസൺ. ഒരു മത്സരം പോലും കളിക്കാൻ അവസരം ലഭിക്കില്ല എന്ന് കരുതിയ സഞ്ജു സ്വപ്നതുല്യമായ നേട്ടങ്ങൾ കരസ്ഥമാക്കിയാണ് അഹമ്മദാബാദിൽ നിന്നും മടങ്ങുന്നത്. എന്തിനെ കളിപ്പിക്കണം, എവിടെ കളിപ്പിക്കണം? സൂര്യകുമാർ യാദവിന് മാത്രമല്ല, പല ഇന്ത്യൻ പരിശീലകർക്കും നായകർക്കും മുൻ താരങ്ങൾക്കും ഉൾപ്പെടെ ഈ ചോദ്യത്തിന് കൃത്യമായ മറുപടി ഉണ്ടായിരുന്നില്ല. തങ്ങളുടെ ഇഷ്ടക്കേട് കൊണ്ടും ഇഷ്ടതാരങ്ങൾക്കു വേണ്ടിയും സെലക്ടർമാരും ക്രിക്കറ്റ് പണ്ഡിറ്റുകളുമൊക്കെ സഞ്ജുവിനെ പലതവണ അവഗണിച്ചു മാറ്റി നിർത്തിയതാണ്. സ്ക്വാഡിലെ 14 പേരെയും പ്രഖ്യാപിച്ച ശേഷം മറ്റാരുമില്ലെന്ന് അരിച്ചുപെറുക്കി ഉറപ്പുവരുത്തിയതിനു ശേഷം ദാനമായി നൽകിയിരുന്ന ബാക്കപ്പ് കീപ്പർ സ്ഥാനം കുറച്ചുനാൾ മുൻപ് വരെയും സ്ക്വാഡിനൊപ്പം കറങ്ങുക മാത്രമായിരുന്നു സഞ്ജുവിൻ്റെ റോൾ. അർഹിച്ച അവസരങ്ങൾ കിട്ടിയില്ലെന്ന് മാത്രമല്ല, ഉറപ്പിച്ച സ്ഥാനങ്ങൾ പലതും നഷ്ടമാവുകയും ചെയ്തു. എന്നാൽ അന്ധമായി വിമർശിച്ച് നിരീക്ഷണങ്ങൾ പടച്ചുവിട്ടവരെ നിങ്ങൾ വായടയ്ക്കുക. 2020 ലോകകപ്പിലെ മികച്ച താരത്തെയാണ് നിങ്ങൾ ഈ കാണുന്നത്. പതിനാറ് ദിവസത്തിനിടെയുണ്ടായ ഈ മാജിക്കിന് വേണ്ടി കഴിഞ്ഞ 11 വർഷമായി സഞ്ജുവും ആരാധകരും കാത്തിരിക്കുകയാണ്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ സൂപ്പർ 8ലെ തോൽവിക്ക് ശേഷമാണ് ഇന്ത്യൻ ക്യാമ്പിന് ബോധോദയമുണ്ടായത്. ഓപ്പണിംഗിലേക്ക് സഞ്ജുവിനെ തിരിച്ചു വിളിച്ചു. ലോക കിരീടത്തിലേക്കുള്ള ഇന്ത്യൻ കുതിപ്പിനുള്ള ശരിയായ ഇന്ധനം ലഭിച്ചത് ഈ ഒരൊറ്റ തീരുമാനത്തിലായിരുന്നു. സമ്മർദ്ദങ്ങൾക്കിടയിൽ നായകൻ ഉയർത്തെഴുന്നേറ്റു. ക്വാർട്ടർ ഫൈനൽ പോലെ വെസ്റ്റ് ഇൻഡീസിനെതിരെ കളിച്ച മത്സരത്തിലും സെമിയിൽ ഇംഗ്ലണ്ടിനെതിരെയും ഫൈനലിൽ ന്യൂസിലൻഡിനെതിരെയും മിന്നുന്ന ഹാഫ് സെഞ്ചുറികൾ. ഫൈനലിലെ ഏറ്റവും ഉയർന്ന സ്കോർ. ഒരു 2020 ലോകകപ്പ് ടൂർണമെന്റിൽ ഇന്ത്യക്കാരൻ അടിച്ചുകൂട്ടുന്ന ഏറ്റവും ഉയർന്ന റൺസ്. ഒരു എഡിഷനിലെ ഏറ്റവും കൂടുതൽ സിക്സുകൾ. ശബ്ദിച്ചത് ബാറ്റാണ്. അവഗണനകളെ അടിച്ചൊതുക്കിയത് മനക്കരുത്തുകൊണ്ടും. അത് പകർന്നു നൽകിയത് സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ ഉൾപ്പെടെയാണെന്നും സഞ്ജു പറഞ്ഞപ്പോൾ ഏതൊരു ക്രിക്കറ്റ് ആരാധകനും രോമാഞ്ചമുണ്ടായി. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ സ്വന്തം ചേട്ടന് ഇപ്പോൾ അഭിനന്ദന പ്രവാഹമാണ്. ഒരിക്കൽ അടച്ചാക്ഷേപിച്ച് വിമർശിച്ചവർ പോലും നിരനിരയായി സമൂഹമാധ്യമങ്ങളിൽ വാഴ്ത്തുപാട്ടുകൾ എഴുതുന്നു. വനവാസത്തിന്റെ നാളുകൾ കഴിഞ്ഞു. പട്ടാഭിഷേകവും നടന്നു. തന്നെ അവഗണിച്ചിരുന്ന ഓപ്പണിംഗ് സ്ലോട്ടിൽ ഒരു ഇരിപ്പിടം അയാൾ ആഴത്തിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി ടീമിനെ പ്രഖ്യാപിക്കുമ്പോൾ സെലക്ടർമാർ ആദ്യം എണ്ണി തുടങ്ങുക സഞ്ജു വിശ്വനാഥ് സാംസൺ എന്നാണ്. അതിനപ്പുറം എന്താണ് വേണ്ടത്? സ്പോർട്സ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.